എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല. നൈറ്റി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് ഇതുപോലെ 2 നൈറ്റി ഒരുമിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് നൈറ്റി പീസാണ്. ഇത് 3 മീറ്ററായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് 2 പീസായിട്ട് മടങ്ങിയാണ് ഇരിക്കുന്നത്. ഈ 2 പീസ് മടങ്ങിയിരിക്കുന്നത് ഇതുപോലൊന്ന് നമുക്ക് 4ആയിട്ടൊന്ന് ഇടാം. അപ്പോൾ ഇനി ഒരു നൈറ്റി പീസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പീസൊക്കെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. അപ്പോൾ 4ആയിട്ട് മടക്കി ഇട്ടു ആദ്യം ഒരു നൈറ്റി പീസ്. അതേപോലെ തന്നെ 3 മീറ്ററുള്ള നൈറ്റി പീസ് വീണ്ടും ഇതുപോലെ നിവർത്തി 2ആയിട്ട് മടക്കിയിട്ട് അതും ഒന്ന് 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ആദ്യം ഇട്ട നൈറ്റി പീസിൻ്റെ മേളിലേക്ക് മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ 2 നൈറ്റി പീസാണ് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കറക്റ്റായിട്ട് അളവുള്ള ഒരു നൈറ്റി എടുത്തുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ ആ നൈറ്റി എടുത്തുകൊണ്ട് വന്നിട്ട് അതൊന്ന് മറച്ചിട്ടിട്ട് അതും ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് ആ തുണിയുടെ മേളിലോട്ട് ഇതുപോലെ അങ്ങ് വെക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു ചോക്ക് എടുക്കുക. ചോക്ക് എടുത്തിട്ട് ആ കൈക്കുഴിയുടെ അവിടം തൊട്ട് ഇതുപോലെ താഴോട്ട് ഷേപ്പായിട്ട് അങ്ങ് വരച്ച് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ കൂട്ടി വണ്ണമൊന്നും എടുക്കുന്നില്ല. വണ്ണം കുറച്ചുകൂടെ കൂട്ടി എടുക്കേണ്ടവർക്ക് കുറച്ചുകൂടെ അകത്തി അങ്ങ് ഇതുപോലെ അങ്ങ് അടയാളം ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ. അപ്പോൾ താഴെ വശത്ത് കുറച്ച് മടക്കി തയ്ക്കാനുള്ളതും കൂടെ കൂട്ടിയാണ് താഴെ വശത്ത് അടയാളം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൈക്കുഴിയുടെ അവിടം തൊട്ട് ആദ്യം താഴോട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഷോളറിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കുഴി വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് സ്ക്വയർ പോലെ ഒന്ന് കൈക്കുഴി വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തി ഒരു റൗണ്ടായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴി വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ തുണിയുടെ എൻഡിലേക്ക് വന്നിട്ട് നമ്മുടെ നൈറ്റിയുടെ കൈ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യുക. അപ്പോൾ നമ്മുടെ അളവിന് വെച്ചിരിക്കുന്ന നൈറ്റിയുടെ കൈ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെയൊക്കെ കറക്റ്റായിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കൈക്കുള്ള തുണി നമ്മൾ കറക്റ്റ് അടയാളം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നൈറ്റി പീസ് ഫ്രണ്ടിലെയും ബാക്കിലെയും കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സെയിം അളവിൽ തന്നെയുള്ള കഴുത്താണ് അടയാളം വേണമെന്നുണ്ടെങ്കിൽ അത് കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് എത്ര ഇറക്കമുണ്ടോ അകലം എത്രയാണെന്ന് കറക്റ്റായിട്ട് അതും ഒന്ന് അടയാളം ചെയ്തിട്ട് ഒരു സ്ക്വയർ പോലെ ആദ്യം വരച്ച് കൊടുത്തിട്ട് ഇപ്പോൾ റൗണ്ട് കഴുത്താണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിർത്തി ഒരു റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് കഴുത്തും കൂടെ നമുക്ക് ഇതിലൊന്ന് അടയാളം ചെയ്യാം കേട്ടോ. ബാക്ക് കഴുത്തും റൗണ്ട് കഴുത്താണ്. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കയറ്റി നിർത്തി ബാക്ക് കഴുത്തും റൗണ്ടായിട്ട് അതിൽ തന്നെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും കൈക്കുഴിയും കൈക്കുള്ള തുണിയും അടയാളം ചെയ്തിട്ടുണ്ട്. ഷേപ്പായിട്ട് താഴോട്ട് നൈറ്റിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് തന്നെ ബാക്ക് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് മാറ്റാം. അതിനുശേഷം കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഷോളറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് ഷേപ്പായിട്ട് നൈറ്റി പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഷോളറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഷേപ്പായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് 2 പീസ് മാറ്റണം കേട്ടോ. ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും കയറ്റമിറക്കം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് ബാക്ക് കഴുത്ത് വെട്ടിയ പീസ് അങ്ങ് 2 മാറ്റിയെടുത്തിട്ട് ഫ്രണ്ട് കഴുത്ത് നമ്മൾ ഓൾറെഡി അവിടെ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം പിന്നെ ഫ്രണ്ട് കഴുത്ത് 2ഉം കൂടെ ഒരുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പോൾ ബാക്ക് പീസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് പീസ് 2 വന്നത്. ഇനി നമ്മൾ ആ വരച്ചയിൽ തന്നെ 2ഉം കൂടെ ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റി കട്ടിങ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റി കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഇങ്ങനെ വരും കേട്ടോ. യു കഴുത്താണ് വരുന്നത്. 2ൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ വരും. ബാക്കിലും ഇതേപോലെ തന്നെ യു ആണ് വരുന്നത്. അതിലും ഇറക്കം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ തുണി വെച്ച് കൊടുക്കണം. നമ്മുടെ നൈറ്റി കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് 2 പീസായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലാണ്. 2 പീസ് തുണി മടക്കി ഇടുക. അതിനുശേഷം നമ്മുടെ നൈറ്റിയുടെ കഴുത്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ അടയാളം ചെയ്യുക. അതിനുശേഷം ഒരു 3 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് അങ്ങ് വരച്ചാൽ മതി. 3 ഇഞ്ചാണ് അകലം എടുത്തിരിക്കുന്നത്. അപ്പോൾ റൗണ്ടായിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ടായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ.
ഇപ്പോൾ റെഡ് കളർ ആ നൈറ്റി തുണിയിൽ നിന്ന് 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് റൗണ്ടിലുള്ള. പിന്നെ നമുക്ക് ആ അടുത്ത നൈറ്റി പീസിൽ നിന്നും ഇതേപോലെ തന്നെ 2 കളർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ടിൽ പിടിപ്പിക്കുന്ന സമയത്ത് ആ സെയിം കളർ നൈറ്റിയിൽ സെയിം കളറായിട്ട് റൗണ്ടിൽ ആ ഒരു കളർ പിടിപ്പിക്കില്ല. അപ്പോൾ അറിയാൻ പറ്റത്തില്ല. നമ്മൾ കളർ മാറ്റി കൊടുക്കുമ്പോഴാണ് ഈ ഒരു തുണി നമ്മൾ റൗണ്ടിൽ പിടിപ്പിക്കുന്നത് തന്നെ അറിയാനും പറ്റുള്ളൂ. അപ്പോഴേ ഒരു ഭംഗിയും വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വെച്ച് കാണിക്കാം എങ്ങനെയാണ്. അപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് അടുത്ത നൈറ്റി പീസിൽ നിന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഈ ഒരു കളർ വന്നപ്പോഴത്തേനും നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ആ റെഡ് കളറിൻ്റെ നൈറ്റിയുടെ മുകളിൽ ഈ ഒരു നൈറ്റി തുണിയുടെ റൗണ്ടായിട്ടുള്ളത് അങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വരുമ്പോഴത്തേനും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഒരു തുണി കൊടുത്തിട്ടുണ്ടെന്നുള്ളതും അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ റെഡ് കളർ നൈറ്റിയാണ് തയ്ക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഓപ്പൺ വേണമെങ്കിൽ ആ തുണി ഒന്ന് 2ആയിട്ട് മടക്കി ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് താഴ്ചയിൽ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സിബ്ബല്ല കൊടുക്കുന്നത്, അവിടെ ഒരു ഒറ്റ കുളത്ത് വെക്കാൻ വേണ്ടി ചെറിയൊരു ഓപ്പണാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ പിടിപ്പിക്കുന്ന ആ തുണി എടുത്തിട്ട് നൈറ്റിയുടെ താഴെ വശത്ത് വെച്ചിട്ട് ഇതാ നൈറ്റി പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കഴുത്ത് റൗണ്ടിൽ തയ്ച്ചെടുക്കണം. അപ്പോൾ കഴുത്ത് തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വേറൊരു തുണിയല്ല വെച്ച് കൊടുത്തേക്കുന്നത്. നമ്മൾ 3 ഇഞ്ച് വീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ തുണിയാണ് നമ്മൾ ഈ നൈറ്റിയുടെ കഴുത്തിൻ്റെ ഭാഗത്തൂടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ചീത്തവശത്ത് വെച്ചിട്ട് റൗണ്ടിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ തുണി ഇങ്ങനെ നല്ല വശത്തേക്ക് റൗണ്ടിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ റൗണ്ടിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊന്ന് ഇടയ്ക്കൂടെ ഒന്ന് പോന്തി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പോന്തി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ താഴ്വശത്ത് വെച്ച് തയ്ച്ച തുണി ഇതാ ഇതുപോലെ ഫ്രണ്ടിലേക്ക് നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 2 സൈഡിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നൈറ്റിയുടെ കഴുത്ത് തയ്ക്കാനായിട്ട് വേറൊരു തുണിയുടെ ആവശ്യമില്ല. ഇതുപോലൊരു തുണി വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ റൗണ്ടിലൊരു ഡിസൈൻ വരികയും ചെയ്യും. കഴുത്തിന് വേണ്ടി വേറൊരു തുണി വേണ്ട. ഈ ഒരു തുണി വെച്ച് തന്നെ കഴുത്ത് തയ്ക്കാനും പറ്റും, ഫ്രണ്ടിൽ ഡിസൈനും ആകും. അതാണ് ഇതിനകത്തുള്ള ഒരു എളുപ്പ വഴിയും. അത് കഴിഞ്ഞതിന് ശേഷം നല്ല വശത്തൂടെ കഴുത്തിൻ്റെ ഭാഗത്തൂടെ ഒന്ന് പതിച്ച് തയ്ക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഈ തുണിയുടെ റൗണ്ടായിട്ട് ലേസ് ഉണ്ടെങ്കിൽ ലേസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അതുമായിട്ട് വലിയ മാച്ചാകുന്ന ഒരു ലേസ് അല്ല എങ്കിലും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ടിലങ്ങ് ലേസ് കൊടുക്കാമെന്ന്. ഇനി ലേസ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു തുണി അതിൻ്റെ തുമ്പ് ചെറുതായിട്ട് മടക്കിയിട്ട് റൗണ്ടിലങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ റൗണ്ടിൽ തയ്ച്ച് വെക്കാതെ തന്നെ ആ ലേസ് അതിൻ്റെ മേളിൽ കൂടെ വെച്ചിട്ട് ഇതാ റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ലേസിൻ്റെ സൈഡിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. പിന്നെ ലേസിൻ്റെ ഏറ്റവും അതിൻ്റെ തുമ്പത്തൂടെ ഒരു വട്ടം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഇതപ്പോൾ ഒരു വട്ടമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും കൂടെ റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് ലേസ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രണ്ട് ഓപ്പൺ ഉണ്ടല്ലോ, ആ ഓപ്പൺ വരുന്നിടത്ത് ചെറിയൊരു പടി മടക്കി തയ്ച്ച് വെക്കണം. അതിന് വേണ്ടി കുറച്ച് നീളത്തിലൊരു തുണി എടുത്തിട്ടുണ്ട്. ആ നീളത്തിലെടുത്ത തുണി താഴെ വെച്ചിട്ട് നൈറ്റി പീസ് ഇതുപോലെ നേരെ വെച്ചിട്ട് ഇതാ ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ചെറിയ വീതിയിലങ്ങ് മടക്കി തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരെ ആ ഒരു തുണി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് അതങ്ങ് മടക്കുക. മടക്കിയതിന് ശേഷം ഇങ്ങനെ നേരെ അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ വേണ്ടാത്തവർക്ക് ഫ്രണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ ഓപ്പണാണ് കേട്ടോ. ഫ്രണ്ടിൽ ഒരൊറ്റ കൊളുത്ത് കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്പണാണ് വരുന്നത് കേട്ടോ. നേരെ ഒരു പടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ നമുക്കൊന്ന് 2ആയിട്ടൊന്ന് ഒരുമിച്ച് വെക്കാം. ഇതുപോലെ ഒരുമിച്ചൊന്ന് വെച്ചിട്ട് അതിൻ്റെ താഴെ വശത്ത് എന്ന് വെച്ചാൽ ഓപ്പൺ തീരുന്ന താഴ്ഭാഗത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയറായിട്ട് തയ്ച്ച് വെക്കണം. ഇതുപോലെ ഒപ്പം വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് സ്ക്വയറായിട്ട് മാത്രം ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസിലുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് എടുത്തിട്ട് നമുക്ക് ബാക്കിലെ കഴുത്തൂടെ ഒന്ന് തയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നൈറ്റി പീസിൻ്റെ കുറച്ച് ചെറിയ പീസുകൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട്, തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തുമ്പ് മടക്കി തയ്ക്കാത്ത ഭാഗം നമ്മുടെ നൈറ്റിയുടെ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് റൗണ്ടായിട്ട് അങ്ങ് തയ്ക്കുക. ഇത് നല്ല വശത്ത് വെച്ചിട്ടാണ് റൗണ്ടായിട്ട് തയ്ക്കുന്നത്. ഇങ്ങനെ റൗണ്ടായിട്ട് ആ ഒരു ക്രോസ് പീസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് പോന്തി കൊടുക്കുക.
അതിന് ശേഷം ആ ഒരു തുണി ഉൾഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബാക്കിലെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് അതോടെ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിലെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ എടുത്തിട്ട് നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യാം. ഇതാ ബാക്ക് പീസ് താഴെ വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ വയ്ക്കുക. ഇനി രണ്ട് സൈഡും നമുക്ക് ആ ഷോൾഡർ ഒന്ന് നേരെ തയ്ക്കണം. അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല, ഇതാ വെച്ച് കാണിച്ചിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് തയ്ക്കുക. അപ്പോൾ ഇതാ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റിയുടെ കൈക്കുള്ള തുണി എടുത്തിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് നമുക്ക് തയ്ച്ച് വെക്കണം. അപ്പോൾ ഇത് നൈറ്റിയുടെ കൈയാണ്. അതിൻ്റെ സൈഡ് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, തേരുവശമാണ് വരുന്നത്. അപ്പോൾ ഇത് കൈയുടെ നടുക്ക് ഭാഗം എടുത്തിട്ട് ആ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ആദ്യം ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നടുക്ക് ഭാഗത്ത് നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ച് പോവുക. അതിനുശേഷം അടുത്ത സൈഡും അങ്ങ് തയ്ക്കുക. അങ്ങനെ രണ്ട് സൈഡിലും കൈ ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ ഇത് വെച്ച് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെ റൗണ്ടിലൊന്ന് കൈ ഒന്ന് തയ്ച്ചെടുക്കണം. രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. നൈറ്റിയുടെ രണ്ട് സൈഡിലും കൈയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നൈറ്റി ഇതുപോലെ നിവർത്തിയിടുക. നിവർത്തി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടയാളമുള്ള നൈറ്റി എടുത്തിട്ട് കൈയുടെ വണ്ണം എത്രയാണെന്ന് നോക്കുക. അതങ്ങനെ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് കൈയുടെ വണ്ണം അടയാളം ചെയ്തിട്ട് ഷേപ്പായിട്ട് താഴോട്ട് കറക്റ്റായിട്ടുള്ള വണ്ണം ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ. അടയാളം ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഈ ഷേപ്പായിട്ട് കൈയുടെ അവിടെ നിന്ന് താഴോട്ട് തയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ താഴ്ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കണം ചെറിയ രീതിയിൽ. അപ്പോൾ അത്രയും കൂടെ ചെയ്യാനുള്ള നൈറ്റിക്ക് തയ്യൽ അത് ഞാനിവിടെ കാണിക്കുന്നില്ല, അങ്ങനെയൊന്ന് ചെയ്യണം. അപ്പോൾ ഇതാ നൈറ്റിയുടെ തയ്യലെല്ലാം കഴിഞ്ഞു. ഇതാ ഞാൻ ഇട്ടും കാണിച്ചിട്ടുണ്ട്. അടിപൊളി നൈറ്റി ആയിട്ടല്ലേ നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റി നമ്മുടെ ചുരിദാർ മോഡൽ കട്ട് വരുന്ന നൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു നൈറ്റി കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചുരിദാറും കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സൈഡ് സ്ലിറ്റ് വരുന്ന ചുരിദാറിലെ അത് ഈ ഒരു മോഡലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നൈറ്റി ഞാൻ തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ അടുത്ത നൈറ്റിക്ക് നമ്മൾ വേറൊന്നും ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ആ ഒരു തുണി റൗണ്ടിൽ അങ്ങ് വെച്ച് കൊടുത്തോളൂ, ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ തയ്യൽ കാണിക്കാത്തത്. ഒന്ന് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അടുത്ത നൈറ്റിയുടെ തയ്യൽ കാണിക്കാതിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള രണ്ട് നൈറ്റുകൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് കട്ടിങ് ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇതുപോലെ നൈറ്റി തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുവരെ നൈറ്റി തയ്ക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.